ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ പേപ്പർ 4 ആണ് നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസും അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ട്യൂബർക്ലോസിസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ TBയുടെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയർബോൺ ഡിസീസ് ആണ് ഈ ഒരു ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. And tuberculosis is a chronic infectious disease caused by tubercle bacilli. ഇതൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അതായത് ലോങ് ലാസ്റ്റിംഗ്, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്, ട്യൂബർക്കിൾ ബാസിലെ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയും. ഈ ഒരു ബാക്ടീരിയ കാരണമാണ് ഈ TB എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, the disease primarily affect lungs and causes pulmonary tuberculosis. ഈ ഒരു ഡിസീസിന്റെ കാര്യത്തിൽ ഇത് പ്രൈമറി അഫക്ട് ചെയ്യുന്ന, അതായത് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനെയാണ് ഈ ഒരു ഡിസീസ് പ്രൈമറിലി അഫക്ട് ചെയ്യുന്നത്. അങ്ങനെ ലങ്സിനെ അഫക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനെ നമ്മൾ പൾമണറി ട്യൂബർകുലോസിസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ലങ്സിനെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ലങ്സിനെ അഫക്ട് ചെയ്യുന്നതാണെങ്കിലും കൂടാതെ ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ, മെനിഞ്ചസിനെ, ബോൺസ്, ജോയിന്റ്സ്, ലിംഫ് ഗ്ലാൻഡ്സ്, സ്കിന്ന്, അതുപോലെ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന മറ്റ് ടിഷ്യൂസ്, ഇതിനെ എല്ലാം അഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. And the disease also affect animals such as cattle. This is known as bovine tuberculosis, which may sometimes be communicated to man. ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, കാറ്റിൽസ് പോലെയുള്ള അനിമൽസിനെയും ഈ ഒരു TB ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബൊവൈൻ TB അല്ലെങ്കിൽ ബൊവൈൻ ട്യൂബർകുലോസിസ് എന്നായിരിക്കും. ഈ ഒരു ബൊവൈൻ TB ചില സമയങ്ങളിൽ നമ്മുടെ മനുഷ്യരിലേക്കും പകരാറുണ്ട്. ഓക്കെ. നമ്മുടെ മനുഷ്യന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ TB വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൾമണറി ട്യൂബർകുലോസിസ് ആണ്. മനുഷ്യരെ അഫക്ട് ചെയ്യുന്ന ട്യൂബർകുലോസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൾമണറി ട്യൂബർകുലോസിസ് ആണ്. ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയുന്നത്. ഇതൊരു എയർബോൺ ഡിസീസ് ആണ്, ഒരു ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. പ്രൈമർലി ഇത് നമ്മുടെ ലങ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്, കൂടാതെ മറ്റുള്ള ഓർഗൻസിനെയും അഫക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ അനിമൽസിനെ ബാധിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ ബൊവൈൻ TB എന്ന് പറയുന്നു. ആൻഡ് മനുഷ്യരുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൾമണറി ട്യൂബർകുലോസിസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ കുറച്ച് എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഏജന്റിന്റെ കാര്യം, അതായത് കോസേറ്റീവ് ഏജന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്യൂബർക്കിൾ ബാസിലെ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്, അതായത് ഏത് സോഴ്സിൽ നിന്നുമാണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത്. ഇപ്പം നമ്മുടെ TBയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും 2 സോഴ്സിലൂടെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നത്. ഒന്ന് ഹ്യൂമൻ സോഴ്സ്, ഒന്ന് ബൊവൈൻ സോഴ്സ്. ബൊവൈൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനിമൽസിൽ നിന്നും ആ ഒരു സോഴ്സ് വഴിയിട്ടും ഇത് വരാം, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻസിൽ നിന്നും വരാം. ഹ്യൂമൻ സോഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഹൂസ് സ്പൂട്ടം ഈസ് പോസിറ്റീവ് ഫോർ ട്യൂബർക്കിൾ ബാസിലെ, ട്യൂബർക്കിൾ ബാസിലെ കാണപ്പെടുന്ന തരത്തിലുള്ള സ്പൂട്ടമുള്ള പേഷ്യന്റ്, അവരായിരിക്കും ഹ്യൂമൻ സോഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. TBയുടെ കാര്യത്തിൽ നമ്മൾ സ്പൂട്ടം വെച്ചിട്ടാണ് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം സ്പൂട്ടം പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ TB പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്, സ്പൂട്ടത്തിൽ ട്യൂബർക്കിൾ ബാസിലെ ഉണ്ടെങ്കിൽ. അങ്ങനെ ട്യൂബർക്കിൾ ബാസിലെ സ്പൂട്ടത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ മനുഷ്യന് ഇൻഹറന്റ് ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി TBക്കെതിരെ ഇല്ല. സ്വന്തമായിട്ട് അങ്ങനെ ഒരു TBക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റി മനുഷ്യരിൽ കാണപ്പെടുന്നില്ല.
ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അക്വയർഡ് ആസ് എ റിസൾട്ട് ഓഫ് നാച്ചുറൽ ഇൻഫെക്ഷൻ ഓർ BCG വാക്സിനേഷൻ. ഇത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ നാച്ചുറൽ ആയിട്ട് വന്നു പോയതിനു ശേഷമായി കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ BCG വാക്സിൻസ് കുഞ്ഞുങ്ങൾക്ക് എടുക്കാറുണ്ട്. ആ ഒരു BCG വാക്സിനേഷന്റെ ഫലമായിട്ടോ ഉള്ള ഇമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അപ്പം മനുഷ്യരിൽ ഇൻഹറന്റ് ആയിട്ട് ഈ ഒരു TB-ക്കെതിരെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഇത് അക്വയർ ചെയ്ത് കിട്ടുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു പോയതിനു ശേഷം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതോ, അല്ലെങ്കിൽ BCG വാക്സിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് ഏത് രീതിയിലാണ് സ്പ്രെഡ് ആവുന്നതെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ട്യൂബർകുലോസിസ് ഈസ് സ്പ്രെഡ് മെയിൻലി ബൈ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ബൈ ആൻ ഇൻഫെക്ഷ്യസ് കേസ്. ഒരു ഇൻഫെക്ഷ്യസ് കേസിൽ നിന്നും ഏറ്റവും കൂടുതലും TB സ്പ്രെഡ് ആവുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു എയർബോൺ ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. അപ്പം അതിൽ തന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയിട്ടാണ് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ നമ്മൾ കഫ് ചെയ്യുന്ന സമയത്ത്, ചുമയ്ക്കുന്ന സമയത്ത് ഒരു ലാർജ് നമ്പറിൽ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാറുണ്ട്. അതുവഴിയിട്ടാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. മറ്റുള്ള രീതികൾ നോക്കിക്കഴിഞ്ഞാൽ പൾമണറി ട്യൂബർകുലോസിസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് നമ്മുടെ ഇൻഫെക്റ്റഡ് ഡസ്റ്റ് ഇൻഹേൽ ചെയ്യുന്നത് വഴിയിട്ടും ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചുമക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റിലൊക്കെ ഇത് ഇൻഫെക്റ്റഡ് ആവാറുണ്ട്. ആ ഒരു ഡസ്റ്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ പൾമണറി ട്യൂബർകുലോസിസിന്റെ കാര്യത്തിൽ ഇത് ഈ രീതിയിൽ നമ്മുടെ ഇൻഫെക്റ്റഡ് ഡസ്റ്റ് വഴിയിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻകുബേഷൻ പീരീഡിനെ കുറിച്ചാണ്. ഇൻകുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസേറ്റീവ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അത് ആ ഒരു സിംറ്റംസ്, ആദ്യമായിട്ടൊരു സിംറ്റം ഉണ്ടാക്കാൻ എടുക്കുന്ന വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ്. ആ ഒരു ഏജന്റ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ ആദ്യത്തെ ഒരു സിംറ്റം വരാൻ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് ആണ് ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ TB-യുടെ കാര്യത്തിൽ വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ വരെ എടുക്കാം. അത് നമ്മുടെ ഹോസ്റ്റിന്റെയും പാരസൈറ്റിന്റെയും ആ ഒരു റിലേഷൻഷിപ്പും, അതുപോലെ തന്നെ എത്ര ഡോസിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ നമ്മളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെയൊക്കെ ബേസിസിൽ നമ്മൾ പീരീഡ് വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം പീരീഡ് നമ്മൾ പറയുന്നില്ല. ആഴ്ചകളോ മാസങ്ങളോ വരെ പോവാം. കുറച്ച് ലോങ് ആയിട്ടുള്ള ഇൻകുബേഷൻ പീരീഡ് ആണ് TB-യുടെ കാര്യത്തിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇതിൽ TB-യുടെ കാര്യത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈൻസ്, സിംറ്റംസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലോ ഗ്രേഡ് ഫീവർ, ചെസ്റ്റ് പെയിൻ, ഹീമോപ്റ്റൈസിസ്, ലോസ് ഓഫ് വെയിറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ പനി, പക്ഷെ അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു പനി. പിന്നെ എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹീമോപ്റ്റൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഇൻ സ്പൂട്ടം, നമ്മുടെ കഫത്തിൽ ബ്ലഡ് കാണുന്ന ആ ഒരു കണ്ടീഷനാണ്. നമ്മൾ ചുമച്ച് തുപ്പുന്ന സമയത്ത് അതിനകത്ത് ബ്ലഡ് വരുന്ന ഒരു കണ്ടീഷനാണ് ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നത്. പിന്നെ ലോസ് ഓഫ് വെയിറ്റ്, അത് കോമൺ ആയിട്ട് TB പേഷ്യൻസിൽ കണ്ടുവരുന്നതാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അപ്പം ഈ പറയുന്നതൊക്കെയാണ് നമ്മുടെ TB-യുടെ പ്രധാനപ്പെട്ട സൈൻസും സിംറ്റംസും. ഇനി നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു TB-യുടെ ട്രീറ്റ്മെന്റിൽ പലതരത്തിലുള്ള ആന്റിബയോട്ടിക് ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കീമോതെറാപ്പി ഹാസ് കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ്ഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് പൾമണറി ട്യൂബർകുലോസിസ്. അപ്പം ഈ ഒരു കീമോതെറാപ്പിയിലൂടെ നമ്മുടെ പൾമണറി ട്യൂബർകുലോസിസിന്റെ ട്രീറ്റ്മെന്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ ഈ കീമോതെറാപ്പി കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കീമോതെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ബാക്ടീരിയൽ ക്യൂർ റാപ്പിഡ്ലി, എത്രയും പെട്ടെന്ന് നമുക്ക് ബാക്ടീരിയൽ ക്യൂർ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കീമോതെറാപ്പിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നിലവിലുള്ള കറന്റ് കീമോതെറാപ്പി എന്ന് പറയുന്നത് ഡോട്ട്സ് ബേസ്ഡ് ആയിട്ടാണ്. ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നുള്ളതാണ്. ഇപ്പൊ ഡോട്ട്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് വർക്കറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോളണ്ടിയർ വർക്കറിന്റെയോ പ്രസൻസിൽ നമ്മൾ TB-യുടെ ഡ്രഗ്സ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ബേസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു സിംഗിൾ ഡ്രഗ് അല്ല TB-യുടെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡ്രഗ്സ് ഒരുമിച്ച് ചേർത്താണ് TB-യുടെ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് 2 ഡ്രഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്ട്രെപ്റ്റോമൈസിനും INH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോനിയാസിഡ് ആണ്. ഇപ്പൊ സ്ട്രെപ്റ്റോമൈസിനും ഐസോനിയാസിഡും നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു.
അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു 3 ഡ്രഗ്സ് കൂടെ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് റിഫാംബസിൻ, എത്താംബ്യൂട്ടോള്, പൈറസിനമൈഡ്. അപ്പം ഈ ഒരു 3 ഡ്രഗ്സും കൂടെ അങ്ങനെ മൊത്തം 5 ഡ്രഗ്സ് ആണ് നമ്മൾ TBയുടെ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡ്രഗ്സ് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യാം. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ R കൊണ്ട് റിഫാംബസിൻ, I കൊണ്ട് നമ്മൾ ഐസോനിയാസിഡ്, P എന്ന് പറയുമ്പോൾ പൈറസിനമൈഡ്, E എന്ന് പറയുമ്പോൾ എത്താംബ്യൂട്ടോൾ ആൻഡ് S എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ. ആ റൈറ്റ്സ് എന്ന് പറയുന്ന ടേം വെച്ചിട്ട് നമുക്ക് ഈ ഒരു TBയുടെ മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഓർത്ത് വെക്കാം. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡ്രഗ്സ് വെച്ചുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 മാസം മുതൽ 2 വർഷം വരെ ആയിരിക്കും. അത് ആ ഒരു സിവിയോറിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു TBയുടെ കണ്ടീഷൻ ഏതാണ് അതിന്റെ ബേസിൽ 6 മാസം മുതൽ 2 വർഷം വരെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പോവാം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ളത്. മൾട്ടിപ്പിൾ ഡ്രഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നിലവിലുള്ളത്. ആൻഡ് അതിന് നമ്മൾ 5 മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് എന്ന് പറഞ്ഞ ടേം വെച്ചിട്ട് ഓർത്തിരിക്കാം. റിഫാംബസിന്, ഐസോനിയാസിഡ്, പൈറസിനമൈഡ്, എത്താംബ്യൂട്ടോൾ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ. ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ 6 മാസം മുതൽ 2 വർഷം വരെ ആവാം. ഇനി ഈ കേസസിനെ നമ്മൾ പ്രധാനമായിട്ട് ഒരു 3 ടൈപ്പ് ആയിട്ട് കാറ്റഗറി ബേസിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്ന് കേസസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കാറ്റഗറി 1ൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് സ്പൂട്ടം സ്മിയർ പോസിറ്റീവ് ആയിട്ടുള്ള കേസസ്, അതുപോലെ തന്നെ സീരിയസ്ലി ഇൽ സ്പൂട്ടം സ്മിയർ നെഗറ്റീവ് ആണ് പക്ഷെ സീരിയസ്ലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, ആൻഡ് സീരിയസ്ലി ഇൽ എക്സ്ട്രാ പൾമണറി. ഈ എക്സ്ട്രാ പൾമണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനെ അല്ലാതെ മറ്റ് അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ പൾമണറി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എക്സ്ട്രാ പൾമണറി കേസിൽ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസും അതുപോലെ തന്നെ സ്പൂട്ടം സ്മിയർ നെഗറ്റീവ് ആയിട്ട് സീരിയസ്ലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, പുതിയതായിട്ട് ന്യൂ സ്പൂട്ടം സ്മിയർ പോസിറ്റീവ് കേസസ്, ഇത്രയുമാണ് നമ്മുടെ കാറ്റഗറി 1ൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 മാസം വരെയാണ് പറയുന്നത് കാറ്റഗറി 1ന്റെ കാര്യത്തിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 2 ആണ്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും സ്പൂട്ടം സ്മിയർ പോസിറ്റീവ് കേസസ് തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലാപ്സ് കേസസോ ഡീഫോൾട്ട് കേസസോ ഫെയിലിയർ കേസസോ ആണ് വരുന്നത്. അപ്പം റിലാപ്സ് കേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇംപ്രൂവ്മെന്റ് വന്നു അതിനുശേഷം പിന്നെ അതായത് ആ ഒരു അസുഖം മാറിയിട്ട് പിന്നെയും വരുന്ന ഒരു കണ്ടീഷനാണ് റിലാപ്സ് കേസസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്പൂട്ടം സ്മിയർ പോസിറ്റീവ് കേസസും പിന്നെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒന്നുകിൽ പേഷ്യന്റ് സ്വയം നിർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന കണ്ടീഷനാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫെയില്യൂർ എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫെയില്യൂർ, ആ എടുത്ത ട്രീറ്റ്മെന്റ് ഫെയിൽ ആയി പോകുന്നത്. അപ്പം ഈ ഒരു 3 കണ്ടീഷനിൽ സ്പൂട്ടം സ്മിയർ പിന്നെയും പോസിറ്റീവായിട്ട് വരുന്ന കേസസിനെയാണ് നമ്മൾ കാറ്റഗറി 2വിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കേസിൽ നമ്മൾ 6 മാസത്തെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 3 ആണ്. അപ്പൊ കാറ്റഗറി 3യിലുള്ളത് ന്യൂ സ്പൂട്ടം സ്മിയർ നെഗറ്റീവ് നോട്ട് സീരിയസ്ലി ഇൽ ആൻഡ് ന്യൂ എക്സ്ട്രാ പൾമണറി നോട്ട് സീരിയസ്ലി ഇൽ. ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ് കാറ്റഗറി 3യിലുള്ളത്. അതായത് പുതിയതായിട്ട് സ്പൂട്ടം സ്മിയർ എടുത്തപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ അധികം സീരിയസ് അല്ലാത്തുള്ള കേസസ്, പുതിയതായിട്ട് എക്സ്ട്രാ പൾമണറി കേസസ്, അതായത് മറ്റുള്ള നമ്മുടെ ലങ്സിനെ അല്ലാതെ മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുള്ള എക്സ്ട്രാ പൾമണറി കേസ് പക്ഷെ അധികം സീരിയസ് അല്ലാത്തത്, ഇങ്ങനെയുള്ളതാണ് നമ്മുടെ കാറ്റഗറി 3യിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും നമ്മൾ ട്രീറ്റ്മെന്റ് 6 മാസത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ കാറ്റഗറി വൈസ് നമുക്ക് ഇങ്ങനെ കാറ്റഗറി 1, 2, 3 എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് 2 രീതിയിലും കൂടെ TB കേസസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 പവർഫുൾ ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള ഐസോനിയാസിഡ്, റിഫാംബസിൻ, ഈ 2 ഡ്രഗ്സിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കേസസിനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതാണ് 2 പവർഫുൾ ആയിട്ടുള്ള, ഇതിനെതിരെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 2 ആന്റിബയോട്ടിക്സ് ആണ് ഐസോനിയാസിഡ്, റിഫാംബസിൻ. ഇതിനോട് 2നോടും ഏതെങ്കിലും തരത്തിൽ റെസിസ്റ്റന്റ് വരുന്ന തരത്തിലുള്ള TB ആണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് XDR TB ആണ്. XDR TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച്
മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യൻസ് ഹു ആർ ഓൾസോ റെസിസ്റ്റന്റ് ടു സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. അതായത് അത് ഈ XDR TB പേഷ്യൻസ് എന്ന് പറയുന്നത് ഓൾറെഡി MDR TB പേഷ്യൻസ് ആണ്. അതായത് നമ്മുടെ റിഫാംബസിനും ഐസോനിയാസിനോടും ഓൾറെഡി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അതിന്റെ കൂടെ നമ്മുടെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനോടും കൂടി അവർക്ക് റെസിസ്റ്റൻസ് വരുന്നു. ഏതെങ്കിലും ഒരു നമ്മുടെ അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ XDR TBയിൽ ഐസോനിയാസിഡ്, റിഫാംബസിന്, ഫ്ലൂറോക്വിനോലോൺസ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലൈൻ ഇഞ്ചക്റ്റബിൾ, ഇത്രയും ഡ്രഗ്സിനോട് XDR TBയിൽ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന കുറെ അധികം മെഡിസിൻസിനോട് റെസിസ്റ്റന്റ് വരുന്ന ആ ഒരു കണ്ടീഷനാണ് XDR TB. ഇത് നമ്മുടെ MDR TBയെക്കാളും കുറച്ചുകൂടെ കണ്ടീഷൻസ് വേഴ്സൺ ആക്കും. ഓക്കെ, ഇനി നമുക്ക് TB എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഇയർലി കേസ് ഫൈൻഡിങ്. എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കേസസിനെ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സർവേയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടത്തിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സിംറ്റംസ് ഉള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം, അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് മെഡിസിൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BCG വാക്സിനേഷൻ ആണ്. കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ BCG ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യമാണ്. ഇപ്പം ആളുകളെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയും വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ഒരു TB എന്ന് പറയുന്ന ഡിസീസ് എത്രത്തോളം അപകടമാണ്, അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത്രയും വേഗം തന്നെ സുഖപ്പെടുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതിന്റെ ആവശ്യകത, ഇത് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ട്യൂബർക്ലോസിന്റെ കൺട്രോളിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി TBയുടെ കാര്യത്തിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇതിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, NTEP എന്നാണ് TBയുടെ പ്രോഗ്രാം അറിയപ്പെടുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. National Tuberculosis Program has been in operation since 1962. അപ്പൊ നമ്മുടെ TBയുടെ പ്രോഗ്രാം ആദ്യം തുടങ്ങിയ സമയത്ത് അറിയപ്പെട്ടിരുന്നത് നാഷണൽ ട്യൂബർക്കുലോസിസ് പ്രോഗ്രാം എന്നാണ്, അതായത് NTP എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1962-ലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം the revised strategy was introduced in the country as pilot project in 1993 and large scale implementation began in late 1998. അതിനുശേഷം 1993 ആയപ്പോഴത്തേനും ഇതിനൊരു റിവൈസ്ഡ് സ്ട്രാറ്റജി ആയിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതാണ് RNTCP എന്ന് പറയുന്നത്, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ RNTCP 1993 വരുന്നു. അതിനുശേഷം ഇതിന്റെ ഒരു ലാർജ് സ്കെയിൽ ഇംപ്ലിമെന്റേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ആവുന്നത് 1998-ലാണ്. അപ്പൊ പ്രോഗ്രാംസിന്റെ കാര്യത്തിൽ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഏറ്റവും റീസെന്റ് ആയിട്ടും നമ്മുടെ 2020 എൻഡ് TB സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഈ പ്രോഗ്രാമിന്റെ നെയിം ചേഞ്ച് ആക്കി. നമുക്ക് ഉണ്ടായിരുന്നത് RNTCP എന്നുള്ള നെയിം ആയിരുന്നു, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം. അത് മാറ്റിയിട്ട് 2020 ഈ പ്രോഗ്രാം NTEP ആക്കി മാറ്റി, അതായത് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആക്കി മാറ്റി. അപ്പൊ തുടക്കത്തിൽ നമുക്ക് NTP ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് 1993 ഒക്കെ ആയപ്പോഴത്തേക്ക് RNTCP ആക്കി മാറ്റി. ലേറ്റസ്റ്റ് നമ്മൾ 2020 ആയപ്പോഴത്തേന് അത് NTEP ആക്കി മാറ്റി. ഇപ്പൊ കറന്റ്ലി നമ്മൾ NTEP പ്രോഗ്രാം ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Next, the program is built upon infrastructure already established by the previous national tuberculosis program while incorporating the elements of the internationally recommended DOTS. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു നാഷണൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാമിന്റെ ബേസിലാണ്, അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ ബേസിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ DOTS എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറയും.
ഒരു നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് വർക്കറിന്റെയോ അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ വർക്കറിന്റെയോ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു TBയുടെ ഡ്രഗ് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണ്. അതായത് അവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോട്ട്സ് പോലെയുള്ള സ്ട്രാറ്റജീസ്, ആ എലമെന്റ്സും കൂടി ഈ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് നമ്മൾ അതിന്റെ എലമെന്റ്സും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 85% ക്യൂർ റേറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് കേസസ് ത്രൂ സൂപ്പർവൈസ്ഡ് ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി ഇൻവോൾവിംഗ് പെരിഫറൽ ഹെൽത്ത് ഫംഗ്ഷണറീസ്. നമ്മുടെ ഏറ്റവും പെരിഫറൽ ഹെൽത്ത് വർക്കേഴ്സിനെയും കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സൂപ്പർവൈസ്ഡ് ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പിയിലൂടെ ഏകദേശം 85% ക്യൂർ റേറ്റ്, ഈ ഒരു കേസസിന്റെ ക്യൂർ റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡോട്ട്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലൂടെ നമ്മുടെ പെരിഫറൽ ഹെൽത്ത് ഫംഗ്ഷണറീസിനെയും കൂടെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇൻഫെക്ഷ്യസ് കേസസിന്റെ ക്യൂർ റേറ്റ് 85% അച്ചീവ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഗ്മെന്റേഷൻ ഓഫ് കേസ് ഫൈൻഡിങ് ആക്ടിവിറ്റീസ് ത്രൂ ക്വാളിറ്റി സ്പൂട്ടം മൈക്രോസ്കോപ്പി ടു ഡിറ്റക്ട് അറ്റ്ലീസ്റ്റ് 70% എസ്റ്റിമേറ്റഡ് കേസസ്. ഇപ്പൊ നമ്മൾ TBയുടെ കാര്യത്തിൽ നമ്മൾ സ്പൂട്ടം മൈക്രോസ്കോപ്പി വെച്ചിട്ടാണ് ഇതിന്റെ ഡയഗ്നോസിസ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ആക്റ്റീവായിട്ട് നമ്മൾ ഈ ഒരു ക്വാളിറ്റി സ്പൂട്ടം മൈക്രോസ്കോപ്പി ഒക്കെ ചെയ്ത് ഏകദേശം ഒരു 70% എസ്റ്റിമേറ്റഡ് കേസസിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിന്റെ ഒരു സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് നമ്മുടെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ കാര്യത്തിൽ നമ്മൾ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ IEC ആക്ടിവിറ്റീസ്, നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് TB ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ്, അതൊക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ മറ്റുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിനെയും കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവോൾവ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി, ഡോട്ട് സ്ട്രാറ്റജിയുടെ ബേസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷന്റെ, അതായത് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ഇത് ഏറ്റവും മുകൾ തട്ടില് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ് ഈ ഒരു നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, അപ്പം അതിൽ തന്നെ നാഷണൽ ലെവലിൽ നമുക്ക് ഒരു സെൻട്രൽ ലെവലിൽ ഒരു സെൻട്രൽ TB ഡിവിഷൻ ഉണ്ട്, CTD എന്ന് പറയും. അപ്പൊ സെൻട്രൽ TB ഡിവിഷൻ ആണ് ഈ ഒരു NTEP പ്രോഗ്രാമിന്റെ ഏറ്റവും മുകളിൽ വരുന്നത്, അതായത് സെൻട്രൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് സ്റ്റേറ്റ് TB സെല്ലാണുള്ളത്, STC എന്ന് പറയും, സ്റ്റേറ്റ് TB സെല്ല്. പിന്നെയും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് TB സെന്റർ ഉണ്ട്, DTC എന്ന് പറയും, ഡിസ്ട്രിക്ട് TB സെന്റേഴ്സ്. ഇനി അതിലും താഴെ സബ് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് TB യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പി സെന്റേഴ്സും ഉണ്ട്. ഈ TB യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മുതൽ 2.5 ലക്ഷം ആൾക്കാർക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് TB യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇനി ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ ആണെങ്കിൽ 50,000 മുതൽ 1 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് ആ മൈക്രോസ്കോപ്പി സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഏറ്റവും താഴെത്തട്ടില് പെരിഫറൽ ലെവലിൽ വരുന്നതാണ് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ NTEP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നാഷണൽ ലെവൽ മുതൽ താഴെ ഏറ്റവും പെരിഫറൽ ലെവൽ വരെയുള്ള ഓരോ ഇടത്തും നമ്മൾ ഓരോ ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കാം. NTEP സ്ട്രക്ചർ കംപ്രൈസ് ഓഫ് 5 ലെവൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 ലെവലായിട്ടാണ് ഈ ഒരു NTEP സ്ട്രക്ചർ ഉള്ളത്. നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട് ആൻഡ് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ലെവലിലെ കാര്യങ്ങളാണ്. ഇപ്പം സ്റ്റേറ്റ് ഹെൽത്ത് സൊസൈറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫ് ദ സ്റ്റേറ്റ് മാനേജസ് ദ TB കൺട്രോൾ പ്രോഗ്രാം. നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് സൊസൈറ്റി അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഈ ഒരു TB കൺട്രോൾ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് സൊസൈറ്റി അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളായിരിക്കും TB കൺട്രോൾ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എ ഫുൾ ടൈം സ്റ്റേറ്റ് ട്യൂബർക്ലോസിസ് ഓഫീസർ trained at national level and based at the state TB cell is responsible for planning,
training, supervising and monitoring the program in all the districts of their respective states. നമ്മള് സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫുൾ ടൈം ഒരു സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസർ ഉണ്ട്. അദ്ദേഹം നമ്മുടെ നാഷണൽ ലെവലിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും. അത് സ്റ്റേറ്റ് TB-സെൽ ലെവലിലായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് TB-സെൽ ഉണ്ടെന്ന്. സ്റ്റേറ്റ് TB-സെല്ലിൽ നമുക്കുള്ളത് ഒരു സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസർ ആണ്. അദ്ദേഹം നാഷണൽ ലെവൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിന് അണ്ടറിൽ വരുന്ന എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഈ ഒരു പ്രോഗ്രാമോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിങ്, ട്രെയിനിങ്, സൂപ്പർവൈസിങ്, മോണിറ്ററിങ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസർ ആയിരിക്കും. നെക്സ്റ്റ്, each state also has one fully operational state drug store for each 5 crore of population. ഓരോ 5 കോടി ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിലും നമുക്ക് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോർ ഉണ്ടായിരിക്കും. SDS നമ്മൾ പറയും. അപ്പം ഓരോ 5 കോടി പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റില് ഒരു ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോർ ഉണ്ടായിരിക്കും. It is responsible for effective management of medicines and other logistics and ensuring uninterrupted supply of good quality first and second line anti-TB medicines for adults and pediatric population. ഈ TB എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ അഡൾട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒന്നല്ല. നമ്മുടെ പീഡിയാട്രിക് പോപ്പുലേഷൻ കുഞ്ഞുങ്ങളിലും നമ്മുടെ പീഡിയാട്രിക് TB ആയിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പം അഡൾട്ടിന്റെ കേസിലും പീഡിയാട്രിക്സിന്റെ കേസിലും നമ്മൾ സെപ്പറേറ്റ് റെജിമൻ ആണ് യൂസ് ചെയ്യുന്നത് ഒരു മെഡിസിൻ കൊടുക്കുന്നതിന്. അപ്പം ഇത്തരത്തിൽ അവർക്ക് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈൻ anti-TB മെഡിസിൻസ് അഡൾട്ട്സിനും പീഡിയാട്രിക് പോപ്പുലേഷനും ഉണ്ട്. അത് ഒരു ഇന്ററപ്ഷനും കൂടാതെ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ് സപ്ലൈ ചെയ്യുക, അതിന്റെ ഒരു സപ്ലൈ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസിന്റെയും മറ്റുള്ള ലോജിസ്റ്റിക്സിന്റെ ഒക്കെ കൂടുതൽ അതിന്റെ മാനേജ്മെന്റും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോർ ആണ് ചെയ്യുന്നത്. അപ്പം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഗുഡ് ക്വാളിറ്റി മെഡിസിൻ സപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ മെഡിസിൻസിന്റെയും മറ്റുള്ള ലോജിസ്റ്റിക്സിന്റെയും മാനേജ്മെന്റും, ഇതാണ് സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റോറിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലെവലിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ ആണ് ഡിസ്ട്രിക്ട് ലെവലിൽ ഉള്ളത്. അതാണ് ഡിസ്ട്രിക്ട് ലെവലിലെ TB കൺട്രോൾ ആക്ടിവിറ്റീസിന്റെ ഒരു നോഡൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ നമുക്കൊരു ഫുൾ ടൈം ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് ഓഫീസർ, DTCയിൽ ഉള്ളത് DTO ആണ്, ട്യൂബർകുലോസിസ് ഓഫീസർ ആണുള്ളത്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ നാഷണൽ ലെവലിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. DTC ലെവലിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ ലെവലായിരിക്കും, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് ഡിസ്ട്രിക്ട് ലെവലിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്ലാനിങ്, ട്രെയിനിങ്, സൂപ്പർവൈസിങ്, മോണിറ്ററിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി നമ്മൾ സബ് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ട്യൂബർകുലോസിസ് യൂണിറ്റിന്റെ കാര്യം, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പി സെന്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അതാണ് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നത്. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് നമ്മുടെ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏറ്റവും ലോവർ ലെവലിൽ വരുന്നത് നമ്മുടെ ഒരു പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. At this level, there are dispensaries, PHCs, CHCs, referral hospitals, major hospitals, specialty clinics or hospitals, TB hospitals, ART centers and medical colleges within the respective district. ആ ഓരോ ഡിസ്ട്രിക്റ്റിലും ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് സർവീസസ് ലഭ്യമാകുന്ന സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്പെൻസറീസ്, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, റെഫറൽ ഹോസ്പിറ്റൽസ്, മേജർ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, TB ഹോസ്പിറ്റൽ. ART എന്ന് പറയുമ്പോൾ ആന്റി റിട്രോവൈറൽ തെറാപ്പിയുടെ കാര്യമാണ്, നമ്മുടെ എയ്ഡ്സോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ART സെന്റേഴ്സ്, മെഡിക്കൽ കോളേജസ്, ഇതെല്ലാം നമ്മൾ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ഈ TB റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഈ ലെവൽസിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, all health facilities in the private and NGO sectors participating in NDP are also considered as PHIs, അതായത് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ദ പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഈ NDEP-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ NGO സെക്ടേഴ്സ്, ഇവരെ എല്ലാം തന്നെ നമ്മൾ പബ്ലിക് ഹെൽത്ത് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, NDEP-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ NGO സെക്ടേഴ്സിനെ നമ്മൾ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. In situations where more than one MO is posted in any of the peripheral health centers,
one of them may be identified and entrusted with the responsibilities of the NTEP. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തില് നമ്മുടെ ഏതെങ്കിലും ഒരു പെരിഫറൽ ഹെൽത്ത് സെന്റേഴ്സിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ ഒരാളെ നമ്മൾ NTEP എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാറുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ MO ഒന്നിൽ കൂടുതൽ വന്നാൽ മാത്രമേ അങ്ങനെയുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഈ ഒരു NTEPയുടെ റെസ്പോൺസിബിലിറ്റീസ് അതിൽ ഒരാൾക്ക് കൊടുക്കാറുണ്ട്. There is one TB health visitor per 1 lakh urban population to support the urban TB control activities. ഈ അർബൻ ലെവലിൽ നമ്മുടെ ഈ ഒരു TBയുടെ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് 1,00,000 അർബൻ പോപ്പുലേഷന് വേണ്ടി ഒരു TB ഹെൽത്ത് വിസിറ്റർ എന്ന രീതിയിലും നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1,00,000 അർബൻ പോപ്പുലേഷന് വേണ്ടി ഒരു TB ഹെൽത്ത് വിസിറ്റർ എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അർബൻ ലെവലിൽ നമ്മുടെ ഈ ഒരു TBയുടെ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത്, ഇതുവരെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ ലെവലാണ് നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ TBയുടെ ലബോറട്ടറി സർവീസസ് ആണ് നോക്കുന്നത്. ഇപ്പൊ TBയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ലാബ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോ പെരിഫറൽ ലബോറട്ടറീസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ പബ്ലിക് സെക്ടർ ലൈക്ക് the dispensaries, PHCs, CHCs, referral hospital, major hospital, specialty clinics, other sector hospitals, TB hospitals, medical colleges, and in the private or NGO sectors. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പബ്ലിക് സെക്ടേഴ്സിലും നമുക്ക് പെരിഫറൽ ലബോറട്ടറീസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്പെൻസറീസ് ആണെങ്കിലും പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതുപോലെ തന്നെ റെഫറൽ ഹോസ്പിറ്റൽ, മേജർ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, മറ്റുള്ള ഹോസ്പിറ്റൽസ്, TB ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഈ ഒരു NTPയുടെ ഭാഗമായിട്ടുള്ള പ്രൈവറ്റ് NGO സെക്ടേഴ്സ്, ഇവിടെ എല്ലാം തന്നെ നമ്മുടെ പെരിഫറൽ ലബോറട്ടറീസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. Some of the laboratories not having facility for sputum microscopy function as a sputum collection centers, and such facilities are also established in areas such as the tribal, hilly, desert, and difficult to reach areas of the country for improving the access to diagnostic services. ഇപ്പം ചില ലബോറട്ടറീസ് ആണെന്നുണ്ടെങ്കിൽ സ്പൂട്ടം മൈക്രോസ്കോപ്പി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കില്ല. അവര് അപ്പൊ എന്തായിട്ട് പ്രവർത്തിക്കും? സ്പൂട്ടം കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പം എല്ലാവർക്കും ആ ഒരു ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ലാബ്സിൽ ഈ ഒരു സ്പൂട്ടം മൈക്രോസ്കോപ്പി ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ പോലും അവര് സ്പൂട്ടം കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കും. ഇത് കൂടുതലും നമ്മുടെ ട്രൈബൽ ഏരിയാസ്, ഹില്ലി ഏരിയാസ്, ഡെസേർട്ട് ഏരിയാസ്, അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ഈ ലബോറട്ടറീസ് സ്പൂട്ടം കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഡയഗ്നോസ്റ്റിക് സർവീസസ് ഒക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് എത്രയും പെട്ടെന്ന് കേസസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് നമ്മുടെ ലാബ്സ് സ്പൂട്ടം കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇൻ അഡീഷൻ ലാർജ് ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കോളേജസ് ഹാവ് ഫെസിലിറ്റീസ് ഓഫ് ഡിജിറ്റൽ എക്സ്റേ, റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ്, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, ഹിസ്റ്റോപാത്തോളജി ആൻഡ് കൾച്ചർ ആൻഡ് DST ഫോർ ഡയഗ്നോസ്റ്റിക് സർവീസസ് ഓഫ് TB. അപ്പം ഇത് കൂടാതെ വലിയ വലിയ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസ് ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ നമ്മുടെ ഡിജിറ്റൽ എക്സ്റേ, റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ്, ഇതൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നമ്മുടെ TB കണ്ടുപിടിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ്. അപ്പം അത്തരത്തിലുള്ള ഡിജിറ്റൽ എക്സ്റേയും റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റും ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജിയും ഹിസ്റ്റോപാത്തോളജിയും കൾച്ചറും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സർവീസസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഈ റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റിനകത്ത് തന്നെ TBയുടെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് CBNAT അതുപോലെ തന്നെ LPA എന്ന് പറയുന്നത്. CBNAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ പ്രോബ് അസ്സേ ആണ്. ഇത് രണ്ടും നമ്മുടെ റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റിനകത്ത് വരുന്നതാണ്. നമ്മുടെ TBയുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് വൺ വേർഡ് നമുക്ക് മാർക്കായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. CBNAT, LPA ഒക്കെ, അല്ലെങ്കിൽ FNAC എന്ന് പറയുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത് ഫുൾ ഫോം ആ രീതിയിൽ ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഡയഗ്നോസ്റ്റിക് സർവീസിനകത്ത് വരുന്നതാണ്. അത് പക്ഷെ ലാർജ് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജസ് ലെവൽസിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഒരു നോഡൽ ലബോറട്ടറി ഉണ്ട്. അത് നമ്മൾ ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. IRL എന്ന് പറയും. അത് യൂഷ്വലി നമ്മുടെ സ്റ്റേറ്റ് TB ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസിലോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലോ ആയിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലെവലിലുള്ള നോഡൽ ലബോറട്ടറിയാണ് ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി ഓർ IRL എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ സ്റ്റേറ്റ് TB ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസ്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ ആയിരിക്കും. അപ്പം ഈ ഒരു IRLന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മൊത്തത്തിൽ ഈ ലബോറട്ടറി സർവീസസ് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി അഷുറൻസ് വഴി, എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസ് വഴി ഈ ഒരു ലാബ് സർവീസസിന്റെ ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു IRL-ന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ ലാബ് സർവീസിനകത്ത് തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് CBNAT സൈറ്റ്സ് എന്ന് പറയുന്നത്. CBNAT-ന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ ഒരു റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ് വരുന്നതാണ് കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻ അഡീഷൻ ടു ദ കൾച്ചർ DST ലബോറട്ടറീസ്, ഇപ്പം കൾച്ചർ DST ലബോറട്ടറീസ് എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ് സർവീസസ് ഓഫ് TB. ഈ ലബോറട്ടറീസ് കൂടാതെ തന്നെ ചിലയിടങ്ങളിൽ നമുക്ക് CBNAT സെന്റേഴ്സ് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TB പേഷ്യൻസിൽ റിഫാംപസിൻ റെസിസ്റ്റൻസ് ഉള്ളവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് CBNAT സൈറ്റ്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം CBNAT എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് വഴിയിട്ട് നമുക്ക് റിഫാംപസിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ റിഫാംപസിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ള ലബോറട്ടറീസിന് പുറമെ നമ്മൾ CBNAT സെന്റേഴ്സ് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് DRTB സെന്റേഴ്സ് ആണ്. DRTB സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് റെസിസ്റ്റന്റ് TB സെന്റേഴ്സ് ആണ്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ് ഫോർ ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് TB. നമ്മുടെ ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യൻസിനെ ക്ലിനിക്കലി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ് ആണ് ഈ ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് TB സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം സെൻട്രൽ ലെവലിലാണെങ്കിൽ നമുക്ക് 6 ഡെസിഗ്നേറ്റഡ് നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് NRLS നമുക്ക് അവൈലബിൾ ആണ്. അവര് പ്രധാനമായിട്ടും നമ്മുടെ ലാബ് നെറ്റ്വർക്കിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഡ്രഗ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ സർവൈലൻസ് നടത്തി കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ട്രെയിനിങ്, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് ലെവലിൽ നടക്കുന്നത്. അപ്പം ഈ ഒരു ലാബ് നെറ്റ്വർക്കിന്റെ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് റെസിസ്റ്റന്റ് പേഷ്യൻസിനെ സർവൈലൻസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന് അല്ലെങ്കിൽ ലാബ് വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് TB ആയിട്ട് അല്ലെങ്കിൽ ഡ്രഗ് റെസിസ്റ്റന്റ് TB റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഈ ഒരു നാഷണൽ റെഫറൻസ് ലബോറട്ടറി ലെവലിൽ നടക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ലാബ് സർവീസിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നിക്ഷയ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. TBയുടെ സർവൈലൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കേസ് ബേസ്ഡ് വെബ് ബേസ്ഡ് IT സിസ്റ്റം ആണ് നിക്ഷയ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സെൻട്രൽ TB ഡിവിഷൻ നമ്മുടെ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററുമായിട്ട് ചേർന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ് ബേസ്ഡ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ് നിക്ഷയ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ അവർ ലോഞ്ച് ചെയ്യുന്നത് 2012 മെയ്യിലാണ്. ഇപ്പൊ TB കേസസിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നിക്ഷയ് എന്ന് പറയുന്നത്. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു നിക്ഷയ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഫങ്ഷണൽ കമ്പോണന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് മാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യമാണ്. മൊത്തത്തില് നമുക്ക് ഈ ഒരു TB പ്രോഗ്രാം അല്ലെങ്കിൽ TB കേസസിനെ നമുക്ക് മൊത്തത്തില് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ യൂസർ ഡീറ്റെയിൽസ് ആണ്. അതായത് TB പേഷ്യൻസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അത് ഔട്ട്കം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ അവര് മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു നിക്ഷയ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് TB പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡയഗ്നോസിസ്, ഡോട്ട് പ്രൊവൈഡർ, HIV സ്റ്റാറ്റസ്, ഫോളോ, കോണ്ടാക്ട് ട്രേസിംഗ്, ഔട്ട്കംസ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ TB പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ അവരുടെ ഔട്ട്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു നിക്ഷയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പം ഒരു TB പേഷ്യന്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഡയഗ്നോസിസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഡോട്ട് പ്രൊവൈഡർ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർക്ക് HIV ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ നടന്നു പോകുന്നു, അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങള്, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ TB ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ഔട്ട്കം എന്താണ്, അങ്ങനെ ഒരു TB പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു നിക്ഷയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിരിക്കും.
നെക്സ്റ്റ് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് കൾച്ചർ ആൻഡ് DST, LPA, CBNAT ഡീറ്റെയിൽസ്. ആ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡയഗ്നോസിസോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇവർക്ക് ഏതെങ്കിലും സോളിഡ് കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ലിക്വിഡ് കൾച്ചറിന്റെ കാര്യങ്ങൾ. DST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് സർവീസസ്, TBയുടെ ഡയഗ്നോസ്റ്റിക് സർവീസസ്. പിന്നെ LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ പ്രോബ് അസേ. CBNAT എന്ന് പറയുമ്പോൾ കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പം ഇവർക്ക് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് സർവീസസിന്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യന്റ് രജിസ്ട്രേഷൻ വിത്ത് ഡീറ്റെയിൽസ്. അപ്പൊ ഇതിൽ കുറെ പേഷ്യൻസിന് തന്നെ ഡ്രഗ് റെസിസ്റ്റന്റ് TB വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിൽ ചില മെഡിസിൻസിനോട് റെസിസ്റ്റൻസ് വരാം. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് റെഫറൽ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഏതെങ്കിലും രീതിയിൽ കുറച്ച് കണ്ടീഷൻസ് വഷളാവുന്ന പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിവിയർ ആവുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മുകളിലേക്ക് വേറെ ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. പിന്നീട് പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രേഷൻ ആൻഡ് TB നോട്ടിഫിക്കേഷൻ. ഈ നമ്മുടെ NTP ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെ ഈ ഒരു TB പേഷ്യൻസിനെ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും അവരെ നോട്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു നിക്ഷയ് സോഫ്റ്റ്വെയറിലൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ TB നോട്ടിഫിക്കേഷൻ. TBയുടെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷനും ഇതിന്റെ ലെവലിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് SMS അലേർട്സ് ടു പേഷ്യൻസ് ഓൺ രജിസ്ട്രേഷൻ ആൻഡ് SMS അലേർട്സ് ടു പ്രോഗ്രാം ഓഫീസേഴ്സ്. ഇപ്പം നമ്മൾ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യൻസിന് SMS അലേർട്സ് ആയിട്ട് TBയുടെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ SMS ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രാം ഓഫീസേഴ്സിനും ഈ ഒരു നിക്ഷയുടെ അണ്ടറിൽ SMS അലേർട്സ് പോവാറുണ്ട്. പിന്നീട് പറയുന്നത് ഓട്ടോമേറ്റഡ് പീരിയോഡിക് റിപ്പോർട്ട്സ് ആണ്. ഇപ്പം ഈ TB എത്ര പേർക്ക് ഇപ്പം നിലവിലുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ട്രീറ്റ്മെന്റ് ഔട്ട്കം നെഗറ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പീരിയോഡിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് ഈ ഒരു നിക്ഷയ് സോഫ്റ്റ്വെയർ വഴി എടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നിക്ഷയുടെ ഫങ്ഷണൽ കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു TB എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന്റെ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്ത് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഔട്ട്കം നെഗറ്റീവ് ആകുന്നത് വരെ ഇതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു നിക്ഷയ് സോഫ്റ്റ്വെയർ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് നിക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് TB നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. According to the Government of India, notification dated 7th May 2012, it is now mandatory for all healthcare providers to notify every TB case to local authorities. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നമ്മൾ ഈ ഒരു TBയുടെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് 2012 മെയ് 7-നാണ്. ഓക്കെ, ഈ ഒരു TB നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അവരുടെ അണ്ടറിൽ വരുന്ന TB കേസസ് ലോക്കൽ അതോറിറ്റീസിന് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അത് മാൻഡേറ്ററി ആക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അവരുടെ അണ്ടറിൽ വരുന്ന TB പേഷ്യൻസിനെ നോട്ടിഫൈ ചെയ്യണം എന്നുള്ളത് ഈ ഒരു TB നോട്ടിഫിക്കേഷൻ വഴിയിട്ട് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പം ലോക്കൽ അതോറിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ DHO ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസറിനോ, അല്ലെങ്കിൽ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ഓഫ് എ ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ ഹെൽത്ത് ഓഫീസർ. ഇവരിൽ ആർക്കെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് TBയുടെ കാര്യങ്ങൾ നോട്ടിഫൈ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോട്ടിഫൈ ചെയ്തിരിക്കണം. അതും എല്ലാ മാസവും ഒരു ഗിവൺ ഫോർമാറ്റിൽ ഈ ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ഇതാണ് TB നോട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇനിഷ്യേഷൻ ഓഫ് ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ്. ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. Yearly identification of people with presumptive TB is the most important activity of the case finding strategy. From presumptive TB കൊണ്ട് ഉദ്ദേശിക്കുന്നത് person showing symptom or sign highly suggestive of active TB require further diagnostic testing for confirmation, not a confirmed diagnosis itself. അതായത് പ്രിസംറ്റീവ് TB കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നമ്മുടെ TBയുടെ എല്ലാ തരത്തിലുള്ള സൈൻസും സിംറ്റംസും ഒക്കെ കാണിക്കും. പക്ഷെ അവർ കൺഫേം ആയത് ഡയഗ്നോസിസ് കൺഫേം ചെയ്തിട്ടില്ല. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് TB ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളാണ് പ്രിസംറ്റീവ് TB കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഇയർലി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേസ് ഫൈൻഡിങ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ
TB ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ, അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേസ് ഫൈൻഡിങ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. Patients presenting themselves with symptoms suspicious of TB are screened through 2 sputum smear examination. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു TBയുടെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്പൂട്ടം സ്മിയർ എക്സാമിനേഷൻസ് ആണ് നടത്തുന്നത്. അപ്പം എന്തെങ്കിലും രീതിയിൽ TB ഉണ്ട് എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് 2 സ്പൂട്ടം സ്മിയർ എക്സാമിനയിലൂടെയാണ്. നമ്മൾ അവർക്ക് 2 സ്പൂട്ടം സ്മിയർ എക്സാമിനേഷൻ നടത്തിയിട്ടാണ് ഇയാൾക്ക് TB ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഡ്യൂറിംഗ് ദ ഇന്റൻസീവ് ഫേസ് ഓഫ് കീമോതെറാപ്പി all the drugs are administered under direct supervision called direct observed therapy short term എന്ന് പറയും. അപ്പം ഇന്റൻസീവ് ഫേസ് എന്ന് പറയുമ്പോൾ കീമോതെറാപ്പിയുടെ സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് ഇന്റൻസീവ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഇന്റൻസീവ് ഫേസിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡ്രഗ്സും നമ്മൾ ഒരു സൂപ്പർവിഷനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഡോട്ട്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് ടേം എന്നും പറയും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും DOTS is a community-based tuberculosis treatment and care strategy which combines the benefits of supervised treatment and the benefits of community-based care and support. അപ്പം ഈ ഒരു ഡോട്ട്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഹെൽത്ത് വർക്കറിന്റെ അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ വർക്കറിന്റെയോ പ്രസൻസിൽ നമ്മൾ ഈ ഒരു TB ഡ്രഗ് പേഷ്യന്റ് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡാണ് ഈ ഒരു ഡോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ട്യൂബർക്ലോസിസിന്റെ ട്രീറ്റ്മെന്റിനും കെയർ സ്ട്രാറ്റജി, ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ സ്ട്രാറ്റജിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർവൈസ്ഡ് ട്രീറ്റ്മെന്റ്, നമുക്ക് ആ ഒരു ആളുടെ ഒരു സൂപ്പർവിഷനിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കെയറും സപ്പോർട്ടും ഒക്കെ ഈ ഒരു ഡോട്ട് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ ഒരു പേഷ്യന്റിന് ലഭ്യമാകുന്നുണ്ട്. ഇനി പറയുന്നത്, ഇറ്റ് എൻഷുവേഴ്സ് ഹൈ ക്യൂർ റേറ്റ് ത്രൂ ഇറ്റ്സ് 3 കമ്പോണൻസ്. ഈ ഒരു ഡോട്ട് സ്ട്രാറ്റജിയുടെ 3 കമ്പോണൻസ് വഴി നമുക്ക് ഹൈ ക്യൂർ റേറ്റ്, TBയുടെ കാര്യത്തിൽ ഒരുപാട് ക്യൂർ റേറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇവർക്ക് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, സൂപ്പർവിഷൻ ആൻഡ് മോട്ടിവേഷൻ ബൈ എ ഹെൽത്ത് ഓർ നോൺ ഹെൽത്ത് വർക്കർ. ഇവിടെ സൂപ്പർവിഷൻ, അതായത് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, അവരുടെ അണ്ടറിലാണ് നമ്മൾ ആ ഒരു മെഡിസിൻ എടുക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഒരു ഹെൽത്ത് വർക്കർ അല്ലെങ്കിൽ നോൺ ഹെൽത്ത് വർക്കർ ആരാണെങ്കിലും അവരുടെ ഒരു മോട്ടിവേഷനും കൂടെ, ഈ ഒരു TB എന്ന് പറയുന്ന ആ ഒരു അസുഖത്തെ തോൽപ്പിക്കാൻ നമുക്ക് എന്താണ്, അവരുടെ ഒരു മോട്ടിവേഷൻ കൂടി ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. പിന്നെ പറയുന്നത്, മോണിറ്ററിംഗ് ഓഫ് ഡിസീസ് സ്റ്റാറ്റസ് ബൈ ദ ഹെൽത്ത് സർവീസ്. നമ്മുടെ ഈ ഒരു ഹെൽത്ത് സർവീസ് നമ്മൾ ഈ ഒരു ഡിസീസ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു ഡിസീസ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു 3 കമ്പോണന്റ് വഴി, ഡോട്ട് സ്ട്രാറ്റജിയുടെ കമ്പോണൻസ് ആണ് ഇതെന്ന് പറയുന്നത്, അത് വഴിയിട്ട് നമുക്കൊരു ഹൈ ക്യൂർ റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. DOTS is given by peripheral health staff such as multi-purpose workers or through voluntary workers such as teachers, Anganwadi workers, DAIs, social workers, etc. They are known as DOT agent. From DOTS provide ചെയ്യുന്നത് peripheral health staff ആണ്. ഒന്നുകിൽ മൾട്ടിപർപ്പസ് വർക്കേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ JHI, JPHN പോലുള്ള ആൾക്കാരും, അല്ലെങ്കിൽ വോളണ്ടറി വർക്കേഴ്സ് വഴിയിട്ടാണ്. നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, ദായിസ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ വഴിയിട്ടാണ് നമ്മൾ ഡോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നടപ്പിലാക്കുന്നത്. ഇവരെ നമ്മൾ വിളിക്കുന്നത് ഡോട്ട് ഏജന്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡോട്ട് സ്ട്രാറ്റജിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഡോട്ട് ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഫാമിലി മെമ്പേഴ്സിനെ ഡോട്ട് ഏജന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. കാരണം കുറച്ച് സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ള മെഡിസിൻസ് ആണ് ഇത്. അപ്പം പേഷ്യൻസിനെ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരാം. അവരുടെ വിഷമം കാണുമ്പോൾ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആ ഒരു മെഡിസിൻ എടുക്കണ്ട എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഡോട്ട് ഏജന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ വോളണ്ടറി വർക്കേഴ്സിനെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രഗ് റെസിസ്റ്റന്റ് TBയുടെ കാര്യം. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. The services for quality diagnosis and treatment of drug resistant TB cases were initiated in 2007.
അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി കേസസിനുള്ള അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് സർവീസസും ഒക്കെ തുടങ്ങിയത് 2007 ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബിയുടെ കാര്യമാണ്. അതിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് സർവീസസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2007 അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സ് ഉണ്ട്. ഈ ഒരു ഡിസ്ട്രിക്ട് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സ് ആണ് initiation, they are responsible for the initiation and management of uncomplicated drug resistant TB patients like rifampicin resistant TB or isoniazid mono poly drug resistant TB in a district, not only on inpatient basis but also on outpatient basis wherever advisable and possible. അപ്പം ഈ ഒരു ഡിസ്ട്രിക്ട് ലെവലില് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സ് ആണ് നമ്മുടെ അൺകോംപ്ലിക്കേറ്റഡ്, അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി പേഷ്യൻസിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അൺകോംപ്ലിക്കേറ്റഡ് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റിഫാമ്പസിൻ റെസിസ്റ്റന്റ് ടി ബി അല്ലെങ്കിൽ നമ്മുടെ ഐസോനിയാസിഡ് മോണോ ഓർ പോളി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി ആണ്. അപ്പം ഇവരുടെ ആ ഒരു മാനേജ്മെന്റും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ ഇനിഷ്യേഷനും ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സ് ആണ്. അതെന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ബേസിൽ മാത്രമല്ല, അതായത് ഐ പിയിലുള്ള ആൾക്കാരെ മാത്രമല്ല, നമ്മൾ ഒ പിയിൽ വരുന്ന ആൾക്കാരെ എവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുണ്ടോ അവിടെ എല്ലാം ഇവർക്ക് വേണ്ടുന്ന സർവീസസ് ഈ ഒരു സെന്റർ വഴിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ നോഡൽ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സ് ആണ്. അവിടെ നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് വിത്ത് അഡീഷണൽ റെസിസ്റ്റന്റ് ടു സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്, ഡ്രഗ് ഇൻടോളറൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഫെയിലിംഗ് റെജിമൻ, പേഷ്യൻസ് റിട്ടേണിംഗ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഇന്ററപ്ഷൻ ഓഫ് മോർ ദാൻ 1 month, emergence of any exclusion criteria for standard regimen for rifampicin resistant TB or isoniazid mono or poly drug resistant TB regimen, non-TB mycobacterium, and those needing palliative care would be managed at NDR TBC. അപ്പം ഈ നോഡൽ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും നമ്മുടെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിന് കൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി ആണെങ്കിൽ നമ്മുടെ റിഫാമ്പസിൻ റെസിസ്റ്റൻസും ഐസോനിയാസിന്റെ റെസിസ്റ്റൻസും ഉള്ള പേഷ്യൻസ് ആയിരുന്നു. പക്ഷേ നമ്മൾ നോഡൽ ഡി ആർ ടി ബി സെന്റേഴ്സ് വരുമ്പോൾ നമ്മുടെ എക്സ് ഡി ആർ ടി ബി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി പേഷ്യൻസ് ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു എക്സ് ഡി ആർ ടി ബി പേഷ്യൻസിന്റെ മാനേജ്മെന്റ് ആണ് കൂടുതലും നമ്മൾ ഈ ഒരു നോഡൽ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്ററിൽ ചെയ്യുന്നത്. അതുകൂടാതെ ഡ്രഗിനോട് എന്തെങ്കിലും ടോളറൻസ്, ഡ്രഗ് ഇൻടോളറൻസ് ഉള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഈ ഒരു മെഡിസിൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫെയിലിംഗ് റെജിമൻ, നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തില്ല, ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പേഷ്യൻസ് റിട്ടേണിംഗ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഇന്ററപ്ഷൻ ഓഫ് മോർ ദാൻ 1 month, 1 മാസത്തിൽ കൂടുതലൊക്കെ ട്രീറ്റ്മെന്റ് ഇന്ററപ്റ്റ് ചെയ്തിട്ട് പേഷ്യൻസ് തിരിച്ചു വരുവാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് റെജിമൻ റിഫാമ്പസിൻ റെസിസ്റ്റന്റ് ടി ബിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഐസോനിയാസിന്റെ മോണോ ഓർ പോളി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി റെജിമന് എന്തെങ്കിലും എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ വരുന്ന കണ്ടീഷൻ, അങ്ങനെയുള്ള കേസസ്, അതല്ലെങ്കിൽ നോൺ ടി ബി മൈക്കോബാക്ടീരിയൻ കേസസ്, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ ഇതിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് ആവശ്യമുള്ള പേഷ്യൻസ്, ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു നോഡൽ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി സെന്റേഴ്സിൽ പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നമ്മുടെ എക്സ് ഡി ആർ ടി ബി പേഷ്യൻസിന്, സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനും കൂടി റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരെയാണ് കൂടുതലും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേടത്താണെങ്കിൽ ഡിസ്ട്രിക്ട് ഡി ആർ ടി ബി സെന്ററിലാണെങ്കിൽ കൂടുതലും റിഫാമ്പസിൻ റെസിസ്റ്റൻസും ഐസോനിയാസിന്റെ റെസിസ്റ്റൻസും ഉള്ള പേഷ്യൻസിനെയാണ് മാനേജ് ചെയ്യുന്നത്. ഇനി ടി ബി എച്ച് ഐ വി കോർഡിനേഷന്റെ കാര്യമാണ് പറയുന്നത്. എച്ച് ഐ വി ഇൻഫെക്ഷൻ മേക്സ് ആൻ ഇൻഡിവിജ്വൽ മോർ പ്രോൺ ടു ഡെവലപ്പ് ടി ബി ഡിസീസ്. ഇപ്പം എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ് ടി ബി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എച്ച് ഐ വി ഉള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ഡിസീസ് ആണ് ഈ ടി ബി എന്ന് പറയുന്നത്. എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം ടി ബി ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. The HIV epidemic has the potential to worsen the TB situation because HIV increases the risk of disease reactivation in people with a latent TB infection. From HIV ഉള്ള ഒരാളാണെങ്കിൽ ടി ബിയുടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ വഷളാവാൻ, വേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HIV നമ്മുടെ ഡിസീസിന്, അതായത് ടി ബി ഡിസീസിന്റെ റിയാക്ടിവേഷൻ ഉണ്ടാക്കാനുള്ള, അതായത് പിന്നീട് ഈ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് HIV ഉള്ള ആൾക്കാരിൽ. ലേറ്റന്റ് ടി ബിയോട് ഉദ്ദേശിക്കുന്നത്
ഒരു ടി ബിയുടെ ജേംസ് നമ്മുടെ ബോഡിയിലുണ്ട്, പക്ഷെ അതൊരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരെ ആ ഒരു സ്റ്റേജിൽ തന്നെ പ്രിവെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ടി ബി ഇൻഫെക്ഷൻ ആയിട്ട് മാറാം. അപ്പം ഈ ഒരു ഡിസീസിന്റെ റീആക്ടിവേഷൻ HIV ഉള്ള ആൾക്കാരിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് HIV പേഷ്യന്റ് ടി ബിയുടെ സിറ്റുവേഷൻ കുറച്ചും കൂടെ വേഴ്സൺ ആവും എന്ന് നമ്മൾ പറയുന്നത്. ഇനി RNTCP ആൻഡ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഹാവ് devised a joint action plan for TB HIV coordination. നമ്മുടെ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമും അതുപോലെ തന്നെ നാക്കോ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ട് ഒരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ, അതായത് നമ്മുടെ TBയുടെ HIV-യുടെയും കൂടെ കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു TB HIV കോർഡിനേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ TB അസോസിയേറ്റഡ് ആയിട്ടുള്ള മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും HIV പേഷ്യൻസിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമും റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമും, അതായത് NACPയും RNTCPയുടെയും കൂടെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഈ ഒരു TB HIV കോർഡിനേഷൻ എന്ന് പറയുന്നത്. അവിടെ HIV പേഷ്യൻസിൽ അല്ലെങ്കിൽ HIV ഉള്ള ആൾക്കാരിൽ, എയ്ഡ്സ് ഉള്ള ആൾക്കാരിൽ TB ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോർബിഡിറ്റി മോർട്ടാലിറ്റി കുറയ്ക്കുക. ഇതാണ് ഈ ഒരു TB HIV കോർഡിനേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എൻഡ് TB സ്ട്രാറ്റജിയാണ്. The end TB strategy developed in the context of the United Nations Sustainable Development Goals is a paradigm shift from past global TB strategies. അപ്പം ഈ ഒരു എൻഡ് TB സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ബേസിലാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഗ്ലോബൽ TB സ്ട്രാറ്റജീസിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു എൻഡ് TB സ്ട്രാറ്റജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 1994 നമുക്ക് ഡോട്ട് സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ്, അതായത് നമ്മുടെ ഗവൺമെന്റ് കൂടുതലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കമ്മിറ്റഡ് ആയിരുന്നു. നെക്സ്റ്റ് പറയുന്നത് കേസ് ഡിറ്റക്ഷൻ ത്രൂ പ്രീഡോമിനന്റ്ലി പാസീവ് കേസ് ഫൈൻഡിങ്. ഇവിടെ കേസ് ഡിറ്റക്ഷൻ കൂടുതലും നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ പാസീവ് കേസ് ഫൈൻഡിങ് വഴിയിട്ടാണ്, അതായത് OP-യിലൊക്കെ വരുന്ന കേസസ് വഴിയിട്ടാണ് കൂടുതലും കേസ് ഡിറ്റക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമത് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി to at least all confirmed sputum smear positive cases of TB under proper case management conditions. പ്രോപ്പർ ആയിട്ട് ഒരു കേസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് സ്പൂട്ടം സ്മിയർ പോസിറ്റീവ് ആയിട്ടുള്ള കേസസിലെങ്കിലും നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്തിരുന്നു. അവിടെ കൂടുതലും സ്പൂട്ടം സ്മിയർ കൺഫേം ആയിട്ടുള്ള, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കേസസിനായിരുന്നു നമ്മളൊരു ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി കൊടുത്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിസ്റ്റം ഫോർ റെഗുലർ ഡ്രഗ് സപ്ലൈ ഓഫ് ഓൾ എസെൻഷ്യൽ ആന്റി TB ഡ്രഗ്സ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റി TB ഡ്രഗ്സ് റെഗുലർ ആയിട്ട് അതിനൊരു സപ്ലൈ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡോട്ട് സ്ട്രാറ്റജിയുടെ അണ്ടറിൽ. പിന്നെ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ ബോത്ത് പ്രോഗ്രാം സൂപ്പർവിഷൻ ആൻഡ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ സൂപ്പർവിഷനും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡോട്ട് സ്ട്രാറ്റജിയുടെ കീഴിൽ 1994 ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നീട് വന്നത് 2006 സ്റ്റോപ്പ് TB സ്ട്രാറ്റജി ആയിരുന്നു. അതിൽ പറയുന്നത് പർസ്യൂ ഹൈ ക്വാളിറ്റി ഡോട്ട്സ് എക്സ്പാൻഷൻ ആൻഡ് എൻഹാൻസ്മെന്റ്. അവിടെ കൂടുതലും ഡോട്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ലെവലിൽ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതായിരുന്നു അവിടെ വന്നത്. പിന്നീട് അഡ്രസ് TB ഓർ HIV, MDR TB ആൻഡ് അതർ ചാലഞ്ചസ്. ഇവിടെ കൂടുതലും നമ്മുടെ TB HIV ഉള്ള പേഷ്യന്റ്, HIV ഉള്ള ആൾക്കാരിൽ TBയും കൂടെ വരുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB, മറ്റുള്ള ചാലഞ്ചസ്, ഇങ്ങനെ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സ്റ്റോപ്പ് TB സ്ട്രാറ്റജിയിൽ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കോൺട്രിബ്യൂട്ട് ടു ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ്. നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഇനി പറയുന്നത് എൻഗേജ് ഓൾ കെയർ പ്രൊവൈഡേഴ്സ്. നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് TBയുടെ കാര്യത്തിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചിരുന്നു.
നെക്സ്റ്റ് പറഞ്ഞത് എംപവർ പീപ്പിൾ വിത്ത് TB ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ TB ഉള്ള ആൾക്കാരെ കുറച്ചുകൂടെ കമ്മ്യൂണിറ്റീസ് ലെവലിൽ ഒരു എംപവർ ചെയ്യിക്കുന്നതിനുള്ള കാര്യങ്ങളും സ്റ്റോപ്പ് TB സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പറയുന്നത് എനേബിൾ ആൻഡ് പ്രൊമോട്ട് റിസർച്ച്. നമ്മുടെ TB റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഡ്രഗ് റെസിസ്റ്റന്റിന്റെ ആയാലും അതുപോലെ തന്നെ TB റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും റിസർച്ച് ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് TB സ്ട്രാറ്റജിയുടെ അണ്ടറിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ 6 കാര്യങ്ങളാണ് സ്റ്റോപ്പ് TB സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എൻഡ് TB സ്ട്രാറ്റജി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ കണ്ടറിലാണ്, അതിന്റെ ഒരു ബേസിലാണ് ഈ ഒരു എൻഡ് TB സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് 2015 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇന്റഗ്രേറ്റഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ ആൻഡ് പ്രിവെൻഷൻ. ഇവിടെ കൂടുതലും ഒരു പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയറും പ്രിവെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ബോൾഡ് പോളിസീസ് ആൻഡ് സപ്പോർട്ടീവ് സിസ്റ്റംസ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസും അതുപോലെ തന്നെ പോളിസീസും ഒക്കെ ഈ ഒരു എൻഡ് TB സ്ട്രാറ്റജിയുടെ അണ്ടറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയുന്നത് ഇന്റൻസിഫൈഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ TB റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച്, മറ്റ് കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതും എൻഡ് TB സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു TB പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.